ശിവനെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പർട്ടിക്കുലർ ഈശ്വരനല്ല, അത് തന്ത്രിയുടെയും മന്ത്രിയുടെയും മനുഷ്യൻ്റെയും ഈശ്വരനാണ്. ആ ഈശ്വരനെ എടുത്തിട്ട് മുകളിൽ വെച്ചു. ഗുരുവിൻ്റെ കവനങ്ങൾ മുഴുവൻ ആ നിലയിലുള്ള പ്രതിഷ്ഠാപനങ്ങളാണ്. ഗുരുവിൻ്റെ വർത്തമാനങ്ങൾ മുഴുവൻ ആ നിലയിലുള്ള വർത്തമാനമാണ്. പകൽ നേരം ആ കള്ളനോട് വന്ന് ചക്കയിടാൻ പറയണേ, ഇത് ഗുരു പറഞ്ഞ, അയ്യോ തന്ത്രി ആ കുഞ്ഞിനോട് രാത്രി വന്ന് ചക്ക മോഷ്ടിക്കരുതെന്ന് പറയണേ, പകല് നേരം വന്ന് മോഷ്ടിക്കണമെന്ന് പറയണേ. എന്താണെന്നറിയാമോ? രാത്രി വരുമ്പോൾ അവൻ്റെ കാലിൽ വല്ല കല്ലോ മുള്ളോ പാമ്പോ കൊത്തിയാലോ രാവിലെ അവൻ വന്നിട്ട് മോഷ്ടിച്ചോട്ടെ എന്ന് പറയാനാകുന്ന വിധം മോഷണത്തെ ന്യായീകരിക്കുകയല്ല ഗുരു ചെയ്തത്, മറിച്ച് മോഷ്ടാവിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യത്തെ ഈശ്വരന് മുന്നിൽ തുല്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനപ്പുറത്ത് ഡെമോക്രസിയെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റും? അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ മൂല്യമാണ്. വേദനിക്കുന്നവൻ്റെ കാലിൽ മരുന്ന് പുരട്ടി കൊടുക്കുക എന്നത് ഈ വേദനിക്കുന്നവൻ ദുഷ്ടനാണോ എന്ന് നോക്കിയിട്ടല്ല, അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് വാല്യൂവിനെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ പറയുമ്പോഴും ഗുരുവിൻ്റെ വർത്തമാനത്തിൽ കോൺട്രഡിക്ഷനുണ്ടോ, വൈരുദ്ധ്യമുണ്ടോ? അതൊരു ചോദ്യമാണ്. ഇവിടെ ഇപ്പോൾ ശിവപ്രസാദ പഞ്ചകം അതിമനോഹരമായി ചൊല്ലി. അത്രത്തോളം മനോഹരതയോടെ ചൊല്ലാൻ കഴിയുന്ന സംഗീതബോധം എനിക്കില്ല. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. വൃത്തത്തിൻ്റെ രീതി മാറും. കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ. അടുത്ത ശ്ലോകത്തിലാണ് കാര്യം, കോൺട്രഡിക്ഷൻ. പൊരുളെന്നുമുടമ്പൊടു മക്കളുയിർത്തിരളെന്നുമിതൊക്കെ അനർത്ഥകരം. കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. പൊരുളെന്നും ഉടമ്പ് ഒടു മക്കളുയിർത്തിരളെന്നുമിതൊക്കെ അനർത്ഥകരം. ഇതൊക്കെ വെറുതെയാണ്. മക്കൾ വെറുതെ, സമ്പത്ത് വെറുതെ, ഉടമ്പ് വെറുതെ, സൗന്ദര്യം. സത്യം പറയാലോ, കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കണ്ണാടി നോക്കിയപ്പോൾ ഒരു 10 മുടി കൂടുതൽ നരച്ചിരിക്കുന്നു എനിക്ക്. ഭഗവാനെ, നര അസ്വസ്ഥനാവുന്നു ഞാൻ. കുറച്ചു മുമ്പ് നരയില്ലായിരുന്നു, നര കുറവായിരുന്നപ്പം കുറച്ചുകൂടെ യൗവനമായിരുന്നല്ലോ. എത്ര പെട്ടെന്നാണ് വാർദ്ധക്യം നരയുടെ രൂപത്തിൽ എൻ്റെ ശിരസിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ കുട്ടികൾ പറയുമല്ലോ നരച്ച സാർ എന്ന് പറയുന്നത് വെറുതെയാണ്. ഉടമ്പ് വെറുതെയാണ്. പണം, ശമ്പളം കൂടുതൽ കിട്ടി, സ്വത്ത്, എത്രമാത്രം സ്വത്ത്, വിശാലമായ സ്വത്ത്, മക്കൾ, ജീവിതക്ഷേമം, ഇതൊക്കെ അനർത്ഥകരം. കരളീന്നു കരഞ്ഞു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. സംസാര സമുദ്രത്തിൽ വീണുപോയ എന്നെ അതിൻ്റെ അഗാധതയിൽ താണുപോകാതെ കാക്കണേ ഭഗവാനെ നീ. ഇതാണ് സാധനം. നോക്ക്, ഈ സമ്പത്ത് അനർത്ഥകരം, പഠിപ്പ് അനർത്ഥകരം, ശരീരം അനർത്ഥകരം, മക്കള്, ജീവിതക്ഷേമം ഒക്കെ അനർത്ഥകരം എന്ന് പറഞ്ഞ ഗുരുവാണ് പറഞ്ഞത്. നിങ്ങൾ വിദ്യ കൊണ്ട് നേടുവിൻ, നിങ്ങൾ വ്യവസായം കൊണ്ട് പുഷ്ടിപ്പെടുവിൻ, ക്ഷേത്രങ്ങളുടെ പണി നിർത്തിവെച്ചിട്ട് വിദ്യാലയങ്ങൾ ആരംഭിക്കും, പഠിക്കുവിൻ, സയൻസ് പഠിക്കുവിൻ, നിങ്ങൾ എവിടെ പോയി വേണമെങ്കിലും നിങ്ങളുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവിൻ, ആ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിക്കുവിൻ, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുവിൻ, കോളേജിലും സ്കൂളിലും പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് താമസിച്ചു പഠിക്കാനുള്ള ഹോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തുവിൻ, നിങ്ങൾ ശുചിയായി ജീവിക്കുവിൻ, നിങ്ങൾ രോഗാണുക്കളിൽ നിന്ന് രക്ഷ തേടുവിൻ, അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുവിൻ, അന്ധവിശ്വാസത്തെ ഒഴിച്ചു മാറ്റുവിൻ, ദേഹമാസകലം മന്ത്രകൂടങ്ങൾ ചെയ്യുന്ന ഈ അന്ധപ്രക്രിയകൾ അവസാനിപ്പിച്ചിട്ട് സാക്ഷാൽ ഈശ്വരന്റെ കൈവല്യ സന്ധിയിലേക്ക് നടന്നു വരുവിൻ. ഇതെല്ലാം അനർത്ഥകരം എന്ന് പറഞ്ഞ ഗുരു എങ്ങനെയാണ് ക്ഷേമത്തെക്കുറിച്ചിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാട് പറയുക? അപ്പം ഈ അനർത്ഥകരം എന്ന് പറയുന്നതിൻ്റെ ഫിലോസഫിയെ നമ്മൾ വേറൊരു തരത്തിൽ നിർവചിക്കേണ്ടതായി വരും. പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളൊടും കുടികൊണ്ടു കുടിക്കമരും കുടിനീരടി
തട്ടി അകത്തു നിറഞ്ഞിരിനീ. അതിന് ഈ കാലത്തെ പ്രസക്തി എന്താണെന്നറിയാമോ? നമ്മളെക്കൊണ്ട് ഈ മക്കള് വലുതാണ്, സ്വത്ത് ഭയങ്കരമാണ്, ശരീരം പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ തോന്നിക്കുന്ന ചിന്തയെ പറയുന്ന പേരാണ് കൺസ്യൂമറിസം. എൻ്റെ ശരീരം വയസ്സായി, കുറച്ച് മരുന്നൊക്കെ പുരട്ടിയിട്ട് എനിക്ക് എൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ പറ്റും. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്താനമായി ഞാൻ അവനെ പഠിപ്പിക്കും. സ്വത്ത് ഇതൊന്നും എനിക്ക് പോരാ, എനിക്ക് ആർഭാടത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ ജീവിക്കണം, എനിക്കെൻ്റെ ഈ ചെറിയ വാഹനം പോരാ, എനിക്കെൻ്റെ വലിയ വാഹനം വേണമെന്ന് പറയുന്ന കൺസ്യൂമറിസത്തിൻ്റെ ഒരു ആർത്തിയുണ്ടല്ലോ. ആ ആർത്തിക്കെതിരെയുള്ള ക്ഷേമത്തിൻ്റെ നിനക്കുള്ളതെടുക്ക്, അനാർഭാടകരമായി ജീവിക്ക്. ശിവഗിരി തീർത്ഥാടനത്തിന് വരുമ്പോൾ ടെക്സ്റ്റൈൽസുകൾ തോറും കയറിയിറങ്ങി നീ പട്ടുടുപ്പ് മഞ്ഞയിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഉള്ള നല്ല വെള്ള ഉടുപ്പിനെ മഞ്ഞളിൽ മുക്കി ഉടുത്താൽ മതിയാകുമെന്ന് റൈറ്ററോട് പറയുന്ന ഗുരു ഈ അനാർഭാടത്തിൻ്റെ തെളിവാണ്. അതിന് ഈ കാലത്തെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ വന്ദനാ ശിവേൻ്റെ സോയിൽ നോട്ട് ഓയിൽ വായിച്ചാൽ മതി. ഇനി കുഴിച്ചെടുക്കാനില്ല പെട്രോള്, തീർന്ന്, ഭൂമിയിൽ തീർന്ന്. പീക്ക് ഓയിൽ എന്ന് 1952 തന്നെ പറഞ്ഞു കഴിഞ്ഞു ഹുബർട്ട്. ഈ ഫോസിൽ ഇന്ധനങ്ങൾ അവസാനിച്ചു. അപ്പോൾ ഇനി കാറുകൾ എങ്ങനെ ഓടും? അവസാനിച്ചു. ഇനി ചില്ലറ ഊർജം മാത്രമേ ഉള്ളൂ, സൂര്യഭഗവാൻ. അടുത്ത് നമ്മൾ നേരിടാൻ പോകുന്ന ഒന്നാമത്തെ ക്രൈസിസ് എന്താണെന്നറിയാമോ? അത് അന്നമാണ്, ഭക്ഷണം. ഭൂമിക്ക് മേൽ അന്നമില്ല. 3GH ആണ്. പാരിസ്ഥിതിക യൂണിറ്റ് വെച്ച് പറഞ്ഞാൽ കേരളം തിന്നു തീർക്കുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം തിന്നാൽ മതിയെങ്കിൽ കേരളം ഇപ്പം തിന്നുകൊണ്ട് 2007 കണക്കാണ് 350, 3.5 ഇരട്ടിയാണ് നമ്മൾ തിന്നണത്. നിങ്ങൾ നോക്ക്, ചുട്ട് തിന്നുന്നു, ആവിച്ച് തിന്നുന്നു, പൊരിച്ച് തിന്നുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കഷണം, ഇപ്പോൾ ഒരു കഷ്ണത്തിൽ തീരുന്നില്ല. പുതിയ തലമുറയുടെ ആർത്തി 16 കഷ്ണം കഴിച്ചിട്ട് വീണ്ടും ഒരു 8 കഷ്ണം കൂടി കിട്ടുമോ എന്ന ഭക്ഷണത്തിൻ്റെ ഒരുതരം കോർപ്പറേറ്റ് കൺസ്യൂമറിസത്തിൻ്റെ കാലത്ത് ജീവിക്കുമ്പോൾ ഗുരു പറഞ്ഞ കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഒന്ന് പിടിക്കുക, ഒരല്പമൊന്ന് ആർഭാടം കുറയ്ക്കുക, ഒന്ന് ലളിതമായി ജീവിക്കുക, അനാർഭാടകരമായി അനഹങ്കാരതയോടുകൂടി നീ ജീവിക്കുക. ഇതൊക്കെ പഠിപ്പിച്ച ഈശ്വരൻ്റെ പേരാണ് ശിവൻ. ഗളമുണ്ട് കറുത്തതു നീകരളം. എടേ, മൊത്തം വിഷമാണിത്. ഞാൻ കുടിക്കാം. ഇതാര് കുടിക്കും? ഞാൻ കുടിക്കും. അപ്പൻ കുടിക്കും. ഗളമുണ്ടു കറുത്തതു നീകരളം, കറുത്ത കണ്ഠം. സത്യത്തിൽ അതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ഒറിജിനൽ ഫോം കണ്ടാൽ നമുക്കറിയാലോ, കറുത്തിരിക്കുന്ന ആ പ്രതിഷ്ഠ. സത്യത്തിൽ ഗുരുവിന് ഈ എഴുതുമ്പോൾ ഗുരുവിൻ്റെ ജീവിതം, ഗുരുവിൻ്റെ സങ്കല്പം, ഗുരുവിൻ്റെ കവിത ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. ഗളമുണ്ടു കറുത്തതു നീകരളം, കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ. വിഷം കുടിച്ചോണ്ടാണ് കൃപാനിധി, അല്ലാതെ വിഷം എടുത്ത് നമ്മുടെ മുകളിൽ തളിച്ചിരുന്നെങ്കിൽ അതെങ്ങനെ കൃപാനിധിയാവും? അപ്പം കുടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന് പിടിച്ചല്ലോ പാർവതി. അതാണ് കൺസ്യൂമറിസം. ശിവ, നീ എല്ലാവർക്കും ഉള്ളതാണ്, സമ്മതിച്ചു, പക്ഷെ നീ എൻ്റെതാണ്. സ്വാർത്ഥതയില്ലേ? കാരണം നിന്നെ ഇവരൊന്നും തപസ്സുകൊണ്ട് നേടിയതല്ലല്ലോ. ഇത് കുമാരസംഭവത്തിൽ സാക്ഷാൽ പിനാകി രൂപത്തിൽ വന്ന് ഭഗവാൻ തന്നെ പരീക്ഷിച്ചു. അപ്പനെ, നീ എൻ്റെതാണ്, ചങ്കേ പറ്റൂല, ആ ഗരളം അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്നൊരൊറ്റപ്പിടി. പക്ഷേ അപ്പം ശിവൻ പറയും, അല്ല, ഞാൻ നിൻ്റേത് മാത്രമല്ല, ഞാൻ എല്ലാവരുടേതുമാണ്. കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളവുണ്ടൊരു സീമ നിനക്കു നഹി. ഗുരു ഉപയോഗിച്ച ഒരേ ഒരു ഹിന്ദി വാക്കായിരിക്കും നഹി. ഗുരുവിൻ്റെ കവിതയിൽ ഹിന്ദിയുണ്ട്. അപ്പം 4 ഭാഷയായോ? പച്ചമലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി. നഹി നഹി അല്ല, ഞാൻ ഈ നഹി അങ്ങനെ എടുത്ത, വേണമെങ്കിൽ ഹിന്ദി, ഓക്കെ. പക്ഷെ ഇതിന് അടിസ്ഥാനപരമായി അത് തന്നെയാണ് അർത്ഥം. ഈ ഹിന്ദുസ്ഥാനി, സാൻസ്ക്രിറ്റ്, നഹി എടുത്തു. ഇല്ല, കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളമുണ്ടൊരു സീമ നിനക്കു നഹി. ഇല്ല, കടലോളം കാർമുകിലിനോട് സദൃശമായ സമുദ്രത്തെ അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞെന്നു വരാം.
നേരെ മറിച്ച് അപരിമേയമായ പ്രഭാവത്തോടുകൂടിയ അങ്ങയുടെ മഹത്വത്തിന് അതിരുകൽപ്പിക്കാനാവില്ല കടവുളേ നഹി എന്ന് ഗുരു പറയുക. ഈ അരുളാണ്, ഈ അൻപാണ് ഗുരുവിൻ്റെ ദൈവസങ്കല്പം. അപ്പം ഗുരുവിൻ്റെ ദൈവസങ്കല്പവും ഗുരുവിൻ്റെ പ്രകൃതി സങ്കല്പവും തമ്മിൽ വ്യത്യാസമില്ല. ഇത് രണ്ടും ഒന്നാണ് എന്നാണ് അർത്ഥം. കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടി എറിഞ്ഞുകരം കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കടലേ കടലേകുക നീ, കനകക്കൊടിയേ കടലേകുക നീ. ഇതേത് കനകം? ജ്വല്ലറിന്ന് കിട്ടണ കനകമല്ല. വൈലോപ്പള്ളി പറയണുണ്ടോ, സൗവർണമാമ്പഴം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ. ആ മാമ്പഴം ഉണ്ടല്ലോ, കുഞ്ഞ് തട്ടിയിട്ടു. അപ്പോൾ അമ്മ തല്ലി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞില്ല. അമ്മ നോക്കുമ്പോൾ ആ സൗവർണ മാമ്പഴം പഴുത്തു കിടക്കുക. ആ സൗവർണത, ആ സുവർണത, ആ കനക സുഗന്ധം ഒരു ജ്വല്ലറിയിലും നമുക്ക് വാങ്ങാൻ പറ്റൂല. അത് പ്രകൃതി അമ്മ നമുക്ക് തരുന്ന സ്വർണമാണ്. ആ കനകക്കൊടിയേ കഴലേകുക നീ. ഇതാണ് ഗുരുവിൻ്റെ ദൈവസങ്കല്പം. അപ്പം ഈ കനകത്തെ ഞാൻ ക്ലാസ് മുറിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കനകം ഈസ് ഈക്വൽ ടു ഗോൾഡ്, മെറ്റാലിക് ഗോൾഡ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഡെഫിനിഷനിൽ തെറ്റുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ പ്രകൃതി സങ്കല്പത്തിലെ, ഈശ്വര സങ്കല്പത്തിലെ ആ മൂല്യത്തെ, വാല്യുവിനെ നമുക്ക് തുക കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നിജപ്പെടുത്താൻ പറ്റുകില്ല എന്നാണ് ഈ പ്രൂവ് ചെയ്യുന്ന കാര്യം. അപ്പം ചിദംബരാഷ്ടകത്തിലെത്തുമ്പോഴോ അഷ്ടതനു പ്രതിഭാസുരലിംഗം പിഷ്ടപനാഥ വികസ്വരലിംഗം ശിഷ്ടജനാവനശീലിതലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. സാക്ഷാൽ ചിദംബരനാഥൻ്റെ അടുത്ത് പോയി നോക്കണം. ചിദംബരനാഥൻ തില്ലൈ കൂത്ത പെരുമാൾ. തില്ലൈ കൂത്ത പെരുമാൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വർത്തമാനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ കാലൂന്നി നിന്ന് നർത്തനം ചെയ്യുന്ന മഹാശിവൻ. ആ ശിവനെ കുറിച്ചിട്ടാണ് ചിദംബര അഷ്ടകത്തിലെ ഈ ഭാഗം. അത് ടെൽ ടെയിൽ ബ്രെയിൻ എന്ന പുസ്തകം, ലോകപ്രശസ്തനായ ന്യൂറോ സയൻറ്റിസ്റ്റ് PS രാമചന്ദ്രൻ്റെ പുസ്തകത്തിൽ ഒരു സന്ദർഭമുണ്ട്. മധുരയിലെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരിക്കൽ ടിക്കറ്റ് എടുത്ത് മ്യൂസിയത്തിലെ ശില്പങ്ങൾ കാണാൻ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ നടരാജ വിഗ്രഹത്തിൻ്റെ ചുറ്റിൽ നിന്ന് മാറാതെ കറങ്ങുന്നത് ആളുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു കള്ളൻ, അവൻ അടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു ലൂസ്, അരപ്പിരി, അവൻ പറ്റിക്കും, അവൻ ഇതിനെ അടിച്ചുകൊണ്ട് പോവും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ആള് ഈ വിഗ്രഹത്തെ ചുറ്റുന്നു. അവർ ക്യൂറേറ്ററെ വിളിച്ചു, പോലീസിനെ വിളിക്കുക. ഇയാൾ എന്തോ കാണിക്കുകയാണ്, ആ ശില്പം തല്ലി ഉടയ്ക്കും, അല്ലെങ്കിൽ അടിച്ചിട്ട് പോകും. ക്യൂറേറ്റർ പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് മുമ്പ് ഇതാരാണെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ആം അഗസ്റ്റോ റൂഡിൻ ബൈ പ്രൊഫഷൻ. അയാൾ പറഞ്ഞു, ഞാനൊരു ശില്പിയാണ്. നിങ്ങൾ എന്നെ കേട്ടിട്ടില്ലല്ലേ? അഗസ്റ്റോ റൂഡിൻ എന്ന ലോകപ്രശസ്തനായ ശില്പിയാണ്. എന്നിട്ട് അയാൾ ക്യൂറേറ്ററോട് പറഞ്ഞത്, മിസ്റ്റർ ക്യൂറേറ്റർ, ഇതെന്തൊരു പ്രതിമയാണ്. ഞാനൊരു ശില്പിയാണ്, ഞാനൊരു നർത്തകനാണ്. പക്ഷെ എൻ്റെ നർത്തനത്തിൻ്റെ ചുവടുകൾ കൊണ്ട് എനിക്ക് ഈ പോസ്റ്ററിനെ അനുകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര നേരമായി ഈ 360 ഡിഗ്രിയിലുള്ള ഈ ശില്പത്തെ ഒന്ന് അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്തൊരു മാത്തമാറ്റിക്സിലാണ് ഈ സാധനം നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഈ അനുഭവം വെച്ചിട്ട് ടെൽറ്റെയിൽ ബ്രെയിനിലെ ഈ സന്ദർഭത്തെ വെച്ചിട്ട് PS രാമചന്ദ്രൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ ഇത് വെച്ചിട്ട് ഞാൻ ഈ ഭഗവാനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, 360 ഡിഗ്രിയിൽ ഭഗവാൻ നർത്തനം ചെയ്യുന്നു. ഇത് പ്രപഞ്ചത്തിൻ്റെ 360 അദ്ദേഹം സ്പർശിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുടിയിഴകൾ ഇങ്ങനെ പാറുന്നു. ഈ പാറുന്ന മുടിയിഴകൾ മേഘത്തെയാണെന്ന് തോന്നുന്നു, പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹം നർത്തനം ചെയ്യുമ്പോൾ അസാധാരണമായ മൊമെൻറ്റം ഓഫ് എനർജി പുറത്തു വരുന്നു. ഈ എനർജിയാണ് ആ ശില്പത്തിലെ അഗ്നിസ്ഫുലിംഗങ്ങളായി നിൽക്കുന്നത്. ഇത് അസാധാരണമായിട്ടുള്ള തലച്ചോറിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രമാണ് എന്ന് തലച്ചോറിൻ്റെ ശാസ്ത്രജ്ഞനാണ് പറയുന്നത്. പക്ഷെ ഗുരു അതിനു മുമ്പ് തന്നെ ഈ ചിദംബര സ്തോത്രം എഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇനി നമ്മൾ ഈ ശിവലിംഗത്തെക്കുറിച്ച് മനസ്സിലാക്കി നോക്കണം. തന്മൃദുപാദു ചിദംബരലിംഗം
ശിഷ്ടജനാവന ശീലിതലിംഗം. ഇതൊരു ശങ്കരാചാര്യൻ്റെ സ്തുതിയോട് ഇതൊരു അനുകൃതിയാണ് എന്ന തരത്തിലുള്ള വാദമുണ്ടെങ്കിലും ഗുരുവിൻ്റെ ശൈവസങ്കല്പം എന്ന് പറയുന്നത് ഈ എനർജിയുടെ അസാധാരണമായിട്ടുള്ള ഒരു സയൻസിൽ നിന്നുകൂടി രൂപപ്പെടുന്ന ഒന്നാണ് എന്ന് പറയട്ടെ.